കൃപേഷിന്റെ ഓലപ്പുര കണ്ണീരാകുന്നു. നിങ്ങൾ കൊന്നത് ഒരു വീടിന്റെ സ്വപ്നങ്ങൾ, ഒരു നാടിന്റെ സ്വപ്നങ്ങൾ, ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ മാത്രമല്ല, ആകെയുള്ള പ്രതീക്ഷയാണ് ഇന്നലെ അക്രമികളുടെ വാൾത്തലയ്ക്കൽ ഒടുങ്ങിയത്. ഇരട്ട കൊലപാതകത്തിന്റെ നടുക്കം രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം കടന്നു ചെല്ലേണ്ടത് കൃപേഷിന്റെ കൊച്ചു വീട്ടിലേക്കാണ്. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൃപേഷിന്റെ വീടിന്റെ ചിത്രങ്ങൾ കേരളത്തിന്റെ മനസ്സുലയ്ക്കുകയാണ്, ഉള്ളു കരയിക്കുകയാണ്. ഈ ഓലപ്പുരയിൽ നിന്നും കൃപേഷ് അവസാനം ഇറങ്ങിപ്പോയത് മരണത്തിലേക്കായിരുന്നുവെന്നറിയാതെ കരയുകയാണ് ഉറ്റവർ, ബന്ധുക്കൾ. കൃപേഷിന്റെ ഓലപ്പുരയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒട്ടേറെ പേർ പങ്കുവെക്കുമ്പോൾ ആ വേദനയുടെ ആഘാതം കൂടുകയാണ്. പെയിന്റിംഗ് തൊഴിലാളിയാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ. അമ്മയും 2 സഹോദരിമാരും അടങ്ങുന്ന ആ കുടുംബത്തിന്റെ ഏക ആശ്രയവും പ്രതീക്ഷയും കൃപേഷ് ആയിരുന്നു. പെരിയയിലെ ഇരട്ട കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട കൃപേഷിന് മാരകമായ 15 വെട്ടുകൾ ഏറ്റുവെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. വെട്ടേറ്റ് തലച്ചോറ് പിളർന്നുപോയി. ഇടതു നെറ്റി മുതൽ 23 സെന്റിമീറ്റർ നീളത്തിലുള്ള വലിയ മുറിവാണ് ഏറ്റവും മാരകം. മുട്ടിന് താഴെ മാത്രം 5 ഇടത്ത് വെട്ടേറ്റുവെന്നും റിപ്പോർട്ടുണ്ട്. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. നേരത്തെ കണ്ണൂർ ജില്ലയിലുണ്ടായ കൊലപാതകങ്ങൾക്ക് സമാനമാണ് കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ CPM-ന് പങ്കെടുന്ന FIR-ഉം വന്നു കഴിഞ്ഞു. കൃപേഷിനോടും ശരത് ലാലിനും CPM പ്രവർത്തകർക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നതായി FIR പറയുന്നു. ആക്രമണത്തിന്റെ വിവരം പ്രാദേശിക നേതാക്കൾക്കുണ്ടെന്ന സൂചനയും FIR-ൽ ഉണ്ട്. അതേസമയം പെരിയയിലെ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമെന്നാണ് പോലീസ് നിഗമനം. പ്രാദേശിക സഹായത്തോടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും നീക്കങ്ങൾ പിന്തുടരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു. അതേസമയം ശരത് ലാലിനും കൃപേഷിനും വധഭീഷണി ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി ലഭിച്ചത് ശരത് ലാൽ പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നു. പുതുമ MLA K കുഞ്ഞിരാമനെയും കാര്യം അറിയിച്ചിരുന്നതായി ശരത് ലാലിന്റെ ബന്ധുക്കൾ പറയുന്നു. ഏതായാലും കൃപേഷിന്റെ ആ കുടിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാവുകയാണ്, കണ്ണീരാവുകയാണ് കേരളത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.